ഭജനിനെ തെരുവിലെ ചെണ്ട പോലെ കെട്ടിയവർക്ക് മാപ്പില്ല. തെരുവിൽ കെട്ടിയ ചെണ്ട പോലെ ഭജനിനെ കൊണ്ടുപോയി വളരെ ഭക്തിപരമായി മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഭക്തിയുടെ മൂർധന്യ ഭാവത്തിലെത്താൻ ഹിന്ദു സമാജത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയ തോതിൽ വലിയ ആളുകൾ, വലിയ സംഗീതജ്ഞർ, വലിയ കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ പോലുള്ള വലിയ ആളുകൾ കൈകാര്യം ചെയ്തിരുന്ന ഭജൻ എന്ന് പറയുന്നത് കേരളത്തിലെ കുറെ ചെറുപ്പക്കാർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നന്ദഗോപൻ എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരനും മറ്റുള്ളവരും കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ടു കൈയുമാണ് നീട്ടി മലയാളി ഹിന്ദു സമൂഹം ഏറ്റെടുത്തത്. മറ്റാരും അത് ഏറ്റെടുത്തില്ല. മലയാളി ഹിന്ദു സമൂഹത്തിലെ ഭക്തിയോട് താല്പര്യമുള്ള, കണ്ണനോട് താല്പര്യമുള്ള, കൃഷ്ണനോട് താല്പര്യമുള്ള, കൃഷ്ണനിൽ വിശ്വസിക്കുന്ന വലിയൊരു മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്, അമ്മമാരാണ്, സഹോദരിമാരാണ് നന്ദഗോപനെ സ്വന്തം മകനെ പോലെ, സഹോദരനെ പോലെ, ജ്യേഷ്ഠനെ പോലെ, അങ്കിളിനെ പോലെയൊക്കെ കയ്യിലേറ്റെടുത്തത്. അത് നമുക്ക് നന്ദഗോപൻ വന്ന് സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്ര പേരാണെന്ന് തൊടാൻ ആഗ്രഹിക്കുന്നത്. യേശുദാസിന് പോലും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനും കിട്ടാത്ത, ഒരു ഗാനരചയിത പാടുന്ന ആളിനും കിട്ടാത്ത വലിയ ഒരു ഹൈപ്പാണ് നന്ദഗോപന് കിട്ടിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നന്ദഗോപനും ടീമിനും മനസ്സിലായില്ല. അവർ വെറും 4 മതേതരത്വവും 5 പൈസ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ അധപ്പതിച്ചു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മലയാളിയുടെ ഹിന്ദു സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഭക്തിയിൽ കറക്റ്റായി വിശ്വസിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് നന്ദഗോപൻ ഔട്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നന്ദൻ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേദികൾ കിട്ടും. പക്ഷെ നിങ്ങൾ കേരള സമൂഹത്തിന്റെ, ലോക മലയാളി സമൂഹത്തിന്റെ ഭക്തിയിൽ വിശ്വസിക്കുന്ന, വളരെ കൃത്യമായി നിങ്ങളെ ഒരു ദൈവതുല്യമായി കണ്ടിരുന്ന, ദൈവത്തിന്റെ അവതാര പുരുഷനായി കണ്ടിരുന്ന മഹാഭൂരിപക്ഷം പേരുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തായി. ഇനി നിങ്ങൾ എത്ര കാശുണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര അവാർഡ് വാങ്ങിയിട്ടും കാര്യമില്ല, എത്ര പ്രശസ്തി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. 1000 കാതം അകലെയാണെന്ന് പറഞ്ഞ് മക്കയെക്കുറിച്ച് പാടും യേശുദാസിന്. മക്കയിൽ കയറാൻ പറ്റുമോ? യേശുദാസ് ശബരിമല അയ്യപ്പനെ കുറിച്ച് പാടിയത് അങ്ങോട്ട് ഒഴുകി, ഭക്തി കാരണം ഇരിക്കാൻ വയ്യാത്തോണ്ടല്ല. ഗുരുവായൂർ നടയിൽ ഒരു ദിവസം ഞാൻ പോകുമെന്ന് യേശുദാസ് പാടിയത് ഭക്തി സാന്ദ്രമായി ഗുരുവായൂരിൽ കയറിക്കോളാൻ വയ്യാത്ത, അല്ലെങ്കിൽ ചത്തോ എന്നുള്ളതുകൊണ്ടല്ല. ദേവരാജൻ മാഷ് എഴുതി, വയലാർ എഴുതി, ദേവരാജൻ മാഷ് സംഗീതം നൽകി കാശിന് വേണ്ടി. ഗുരുവായൂർ നടയിൽ ഒരു ദിവസം ഞാൻ പോകുമെന്ന് യേശുദാസ് പാടിയത് കാശിന് വേണ്ടി, അല്ലാതെ ഗുരുവായൂർ നടയിൽ പാടുമെന്ന് വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ കൃഷ്ണനെ എടുത്തു വെച്ച് നെഞ്ചിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് കരഞ്ഞ്, കൃഷ്ണന്റെ പൂജാമുറി വെച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് പൂന്താനം പാടിയതുപോലെ, അല്ലെങ്കിൽ മറ്റ് കവികൾ പാടിയതുപോലെ, ഭക്ത കവികൾ പാടിയതുപോലെ, ഭക്ത സാഹിത്യകാരൻ, സംഗീതജ്ഞർ പാടുന്നത് പോലെ യേശുദാസ് അങ്ങനെ ഒരു ദിവസം ഞാൻ ഗുരുവായൂരിൽ പോകും, അവിടെ നടയെ നിൽക്കുമെന്നൊന്നും പാടിയതല്ലെന്നേ. കാശിന് വേണ്ടി പാടിയതാണെന്നേ. കൃത്യമായി കാശ് കിട്ടുമെന്ന് അറിഞ്ഞ് പാടി. കാശ് കിട്ടിയില്ലേ പാടുവോ? വയലാർ എഴുതുന്നു, ദേവരാജൻ സംഗീതം ചെയ്യുന്നു, യേശുദാസ് പാടുന്നു. കാശിന് വേണ്ടി എത്രയോ പട്ടരായിട്ട് മമ്മൂട്ടി CBI ഡയറക്ടർ പോലെ പട്ടരായിട്ടാണ് അഭിനയിക്കുന്നത്. പട്ടരാവുവോ? ജീവിതത്തിൽ ഒരു ദിവസം പൂണലിടുവോ? മമ്മൂട്ടിയെ വെല്ലുവിളിക്കുന്നു, ഞാൻ മമ്മൂട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്നു, ഒരു ദിവസം നിങ്ങൾക്ക് പൂണൂലിടാവോ? പക്ഷെ നിങ്ങൾ പൂണൂലിടും എവിടെ? സിനിമയിൽ. കാശിന് വേണ്ടി. നിങ്ങൾ പട്ടരാവും, നമ്പൂതിരിയാകും, നിങ്ങൾ ബ്രാഹ്മണനാകും, എല്ലാമാകും. എവിടെ? സേതുരാമ അയ്യരാകും നിങ്ങൾ. സിനിമയ്ക്ക് കാശിന് വേണ്ടി. ഇത് നിങ്ങളാകും. നിങ്ങൾ മൊല്ലാക്കയാകും. മോഹൻലാൽ മൊല്ലാക്കയാകും. എന്തിനു വേണ്ടി? കാശിന് വേണ്ടി. മോഹൻലാൽ ക്രിസ്ത്യ കഥാപാത്രമാകും. എന്തിനു വേണ്ടി? കാശിന് വേണ്ടി. കാശിന് വേണ്ടി നിങ്ങൾ അഭിനയിക്കുന്നതിനെ ദൈവവുമായി കൂട്ടിക്കെട്ടരുത്. കമ്മികളായാലും, കൊങ്ങികളായാലും, സുഡാപ്പികളായാലും, യുക്തിവാദികളായാലും, അതുപോലുള്ള ഇപ്പോൾ നന്ദഗോപനെ ടീമിനെ സംരക്ഷിച്ച് നിർത്താൻ ഒരുപാട് സംരക്ഷകരും രക്ഷകരും ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ നന്ദഗോപനും സംഘത്തെയും സംഘപരിവാറാണെന്നും, സംഘപരിവാറിന്റെ അജണ്ടകൾ രഹസ്യമായി കടത്തുന്നതാണെന്നും നിങ്ങളെ തെരുവിലിട്ട് ആക്ഷേപിച്ചപ്പോൾ, സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചപ്പോൾ നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിച്ചത് കേരളത്തിലെ അമ്മമാരാണ്, ഭക്തര. അത് സംഘപരിവാർ പോലും ഇല്ലായിരുന്നു നിങ്ങളെ കൂടെ RSSും ഇല്ലായിരുന്നു, സംഘപരിവാറും ഇല്ലായിരുന്നു, BJP ഇല്ലായിരുന്നു, ഒരു വിശ്വഹിന്ദു പരിഷത്തും ഇല്ലായിരുന്നു, ഒരു ശശികല ടീച്ചറും ഇല്ലായിരുന്നു, ഒരു ഹിന്ദു ഐക്യവേദിയില്ല, ഒന്നുമില്ലായിരുന്നു. പക്ഷെ കേരളത്തിലെ അമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ, വലിയൊരു ഭൂരിപക്ഷം സമൂഹം നിങ്ങളെ നെഞ്ചിലേറ്റി, അവരുടെ ഹൃദയത്തിലേറ്റി. അവിടെയാണ് നിങ്ങൾ കുരിശ് തറച്ചത്. ആ ഹൃദയത്തിലാണ്, അമ്മമാരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കുരിശ് തറച്ചത്. നിങ്ങൾ സമസ്ത അപരാധവും പറഞ്ഞ്
നിങ്ങൾ ശബരിമലയിൽ പോയോ അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോകണം, ശബരിമലയിലെ പാട്ടല്ലല്ലോ കൂടുതൽ പാടുന്നത്, ഗുരുവായൂർ പാട്ടല്ലേ, നിങ്ങൾ ഗുരുവായൂർ നടയിൽ പോയി ശയന പ്രദക്ഷിണം നടത്തി ഈ പണി മതിയാക്കണം നന്ദഗോപർ. ഈ വീഡിയോ ഏതെങ്കിലും ഓരോരുത്തർ നന്ദഗോപൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് വൈകാര്യമായി വിഷയം പറയേണ്ടി വരുന്നു. നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ഒരു പാട്ടാണ് പാടിയത്, മതേതരത്വമൊന്നും പള്ളിപ്പറമ്പിൽ വാഹനം വയ്ക്കാൻ സൗകര്യം തന്നെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു പാട്ട് പാടി. എന്നിട്ട് കുറെ ന്യായം അടിച്ച്, നിങ്ങൾ പള്ളിക്കൂടത്തെ പഠിച്ചത് ക്രിസ്തീയ സ്കൂളിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ന്യായം തള്ളി. ഈ ന്യായം തള്ളിയ നിങ്ങൾ ഭജൻ എന്ന് പറയുന്നത്, ഹിന്ദുക്കളുടെ ഭജൻ എന്ന് പറയുന്നത് ഭക്തിയാണെന്നും, ഭജന വേറെ, ഭജൻ വേറെ, ഗാനമേള വേറെ, പിന്നെ പള്ളിപ്പാട്ട് വേറെ, പിന്നെ മാപ്പിളപ്പാട്ട് വേറെ, പിന്നെ ഡപ്പാങ്കൂത്ത് വേറെ, പൂരപ്പാട്ട് വേറെ, പിന്നെ ഉണ്ടല്ലോ പാട്ട് മറ്റേ റാപ്പ്, വേടന്റെ റാപ്പ് സംഗീതം വേറെ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? എന്താണ് നന്ദഗോപൻ സംഭവിച്ചത്? എന്നിട്ട് നിങ്ങൾ ചെയ്ത എന്താണെന്നറിയാവോ? കൊടിയ പാതകമാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയണമല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ ആരെങ്കിലും വിമർശിച്ചാൽ, ഹിന്ദു സമാജത്തിന്റെ ഭക്തിയെ വിമർശിച്ചാൽ ഒരു മനുഷ്യൻ ഇവിടെ ചോദ്യം ചെയ്യാനില്ല. കരയും, അവർ സങ്കടപ്പെടും, അല്ലാതെ അവർ ആരോടും ചോദ്യം ചെയ്യാൻ പോണില്ല. ഈ കാര്യം നിങ്ങൾ വേറൊരു മതവുമായി ബന്ധപ്പെടുത്തി ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് തല്ല് കിട്ടിയാനെ. കിട്ടാത്തത് താങ്കൾ ഹിന്ദു സമാജത്തിൽ ജനിച്ചത് കൊണ്ടും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമാജം സനാതന ധർമ്മത്തിലും സഹിഷ്ണുതയിലും വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. താങ്കൾ ഈ ഭജനിനെ കൊണ്ട് തെരുവിൽ കെട്ടിയപ്പോൾ അടിക്കുന്നത്, ചെണ്ടയടിച്ച് ആവേശപ്പെടുന്ന ആരൊക്കെയെന്നറിയാവോ? സുഡാപ്പികൾ, കൊങ്ങികൾ, കമ്മികൾ, യുക്തിവാദികൾ, പിന്നെ അതുപോലുള്ള ആളുകളാണ്. ദൈവത്തെ നിഷേധിക്കുന്ന, ഭക്തിയെ നിഷേധിക്കുന്ന, ഇതെല്ലാം എന്ന് പറയുന്ന വലിയൊരു ജനങ്ങളുടെ കൊടുവാളായി നിങ്ങൾ മാറി. സോറി ടു സേ, നിങ്ങൾ ഈ പണി നിർത്തണം. ഇനിയിപ്പൊ നിങ്ങൾ നിർത്തിയാൽ എന്ത്, നിർത്തിയില്ലെങ്കിൽ എന്ത്? ജനകോടികളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ അവർ പറിച്ചെറിഞ്ഞു, പൂ പറിച്ചെറിയുന്ന പോലെ പറിച്ചെറിഞ്ഞു. പക്ഷേ അവർ സന്തോഷത്തോടു കൂടിയല്ല നിങ്ങളെ പറിച്ചെറിഞ്ഞിരിക്കുന്നത്, അതീവ ദുഃഖത്തോടു കൂടിയാണ്. ഒരു ചെറുപ്പക്കാരനും കുറെ ചെറുപ്പക്കാർക്കും എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഒരു പാട്ട് പാടിയത് കൊണ്ടല്ല മിസ്റ്റർ, ഒരു പാട്ട് പാടുന്നതല്ല ഇവിടുത്തെ വിഷയം. താങ്കൾ കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ്, തെമ്മാടിത്തരമാണ്, പോക്കൃതരമാണ്. കാരണം മുന്നിലിരിക്കുന്ന ഭജൻ കേൾക്കാൻ മുന്നിലിരിക്കുന്ന ഹിന്ദു ഭജൻ കേൾക്കാൻ മാത്രം വന്നിരിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ മറ്റൊരു ഹിന്ദു പാട്ട് പോലും പാടാൻ പാടില്ലായിരുന്നു. മറ്റേ മുസ്ലിം പാട്ടും ക്രിസ്ത്യൻ പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു സിനിമാ പാട്ട് പോലും പാടാൻ പാടില്ലായിരുന്നു. ഞാനത് പാടില്ല, ഞാൻ അതിനല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് കൈയടി കിട്ടുന്നത്. നിങ്ങൾ എത്ര ഗായകനായാലും എത്ര വലിയ ആളായാലും ഇതെല്ലാം നിങ്ങൾ പറയണം. സംഗീത കച്ചേരി നടത്തുന്ന യേശുദാസ് ഒരിക്കലും സിനിമാ പാട്ട് പാടാറില്ല. സിനിമാ ഗാനമേളയ്ക്ക് പോകുന്ന യേശുദാസ് സംഗീത കച്ചേരി നടത്താറില്ല. യേശുദാസ് ഒരിക്കലും ഗാനമേള ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട്? എന്നാൽ സംഗീത കച്ചേരി ഗ്രൂപ്പ് ഉണ്ട് യേശുദാസിന്. ഇപ്പൊ പോകുന്നില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഗാനമേള ഗ്രൂപ്പില്ല. എന്തുകൊണ്ട്? കാശിനപ്പുറം ചില എത്തിക്സ് ഉണ്ട് മിസ്റ്റർ നന്ദഗോപൻ. പ്രശസ്തിക്കപ്പുറം, കാശിനപ്പുറം മതേതരത്വം ഉണ്ടാക്കലെന്ന് നിങ്ങളുടെ ജോലിയല്ലെന്നേ. അതൊക്കെ വേറെ ആളുകളുണ്ടെന്നേ ഇവിടെ. നിങ്ങളുടെ പണി നോക്കണം, അത് നന്നായി ചെയ്യുക. ഇപ്പൊ പറ്റിപ്പോയ അബദ്ധത്തിന് ഗുരുവായൂരിൽ പോയി ഒരു പ്രാവശ്യം ശയന പ്രദക്ഷിണമൊക്കെ നടത്തി സമസ്ത അപരാധവും പൊറുക്കാനുള്ള പൂജകളുണ്ട് അവിടെ. അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് റിഫ്രഷ് ആകൂ. അങ്ങനെയെങ്കിലും താങ്കളും നന്നാകൂ. എന്നിട്ട് ഈ പോകുന്ന വേദികളെല്ലാം ആദ്യം അമ്മമാരോടും സഹോദരിമാരോടും മാപ്പ് അപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ പരിപാടി തുടരുക. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കാലം നിങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയിലേക്ക് എടുത്ത് ആൾറെഡി എറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ആഴം വളരെ വലുതായിരിക്കും. പക്ഷെ ഒരുപാട് പരിപാടികൾ കിട്ടും, പണം കിട്ടും, അത് വേറെയാണ്. അത് രണ്ടാണ് മാഷേ.